നമ്മുടെ കിട്ടുന്നേട്ടൻ എന്നെ വിളിക്കെന്ന് പറഞ്ഞോണ്ടിരിക്കുക. കിട്ടു ഓടിപ്പോരെ. കിട്ടുന്നേട്ടൻ എന്താ രാത്രി കഴിച്ചേ? രാത്രി അവലോസുണ്ട, ഒരു പൈന്റും 2 കോഴിമുട്ടയും കഴിച്ചു വന്നിട്ടാണ് ഈ വർത്താനം പറഞ്ഞത്. അവന്റെ ഒരു ഹാസ്യം, ഭയങ്കര മണം. കിട്ടുണ്ടേട്ടാ, കിട്ടുണ്ടേട്ടന്റെ നാട് എവിടെയാണ്? നിനക്ക് നാക്കൊക്കെ ഉണ്ടാടേ. അനു പറയായിരുന്നേ, കിട്ടുണ്ടേട്ടൻ വരുമ്പോ നമുക്കൊന്നും പറയണ്ട, ചമ്മിച്ചിട്ട് വിടാം എന്നൊക്കെ പറയുന്നത്. ഇത് എന്താണ് കിട്ടുണ്ടേട്ടന് മറുപടി പറയാനുള്ളത്? അവളോട് എനിക്ക് പറയാനുള്ളത് ഒരു സിനിമയുടെ ഡയലോഗാണ്. നിന്റെ തന്ത അല്ല എന്റെ തന്ത. ഐഡിയ ബിനീഷിന്റെ ആയിരുന്നു, അതുകൊണ്ടാണ് മിണ്ടാതിരിക്കുന്നത്. അപ്പൊ അവരുടെ അവിടെ നിന്നും പോയി. നിനക്ക് ഒരു അറമ്പാതവും ഇല്ലല്ലോ നീയ. ചേട്ടാ, ഞങ്ങളുടെ ജയത്തെ കുറിച്ച് എന്ത് പറയുന്നു? ഉല്ലാസേ, നീ കേറി വരുന്നുണ്ട്. ചേട്ടാ, ഇവിടെ നിന്ന് പുഴുത്ത സാധനങ്ങളൊക്കെ ഒരു ചാക്കി കയറ്റി തന്നാ കൊണ്ടുപോക്കോളൂ? ഇല്ല 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 ഇല്ല, നിങ്ങളോടൊപ്പം ഈ മണ്ണിൽ തന്നെ അലിഞ്ഞു ചേരും. നിങ്ങൾ വലിയ മനുഷ്യരാണ്. അതെ അതെ അതെ, ഞാൻ വലിയ മനുഷ്യരാണ്. ശരി, എന്തായാലും കിട്ടുന്നേട്ടാ, ആ സമ്മാനം ഉല്ലാസേട്ടന്റെ ടീമിലുള്ളത് ഒന്ന് തന്നു കഴിഞ്ഞാൽ അവർക്ക് ഹാപ്പി ആവും. കിട്ടു ചേട്ടാ, ഇവിടെ ആർക്കും മധുരം വേണ്ട, എല്ലാവർക്കും ഷുഗറാണ്. മധുരം ഇല്ലാത്തത് മതിയോ കിട്ടു ചേട്ടാ? മധുരം ഇല്ലാത്ത സാധനം. അല്ല, അവന് മധുരമില്ലാത്തത് ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. കിട്ടുന്നേട്ടാ, അവൻ തോറ്റ ടീമാണ്. കിട്ടുന്നേട്ടാ, ഇവിടെ പെമ്പിള്ളരൊക്കെ ഉള്ളതാണ്, അതുകൊണ്ട് ഇനി വരുമ്പോ തുണി എടുത്തോണ്ട് വരണം. അല്ല, എവിടെ നോട്ടം എങ്ങോട്ടാണെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ശരി കിട്ടുന്നേട്ടാ, താഴെ ഇറങ്ങി വരും ഇന്നത്തെ സമ്മാനം കൊടുക്കാൻ. പതുക്കെ വരാം. പതുക്കെ മതി, വയസ്സും പ്രായമൊക്കെ ആയില്ലേ. കിട്ടുന്നേട്ടാ, ഉല്ലാസേ, അങ്ങയുടെ കക്ഷത്ത് പരുവല്ലോ ആണോ എപ്പോഴും കൈ ഇങ്ങനെ വെച്ചോണ്ട് നടക്കാൻ? തീരെ തരക്കേടില്ലാത്ത ഒരു ഹാസ്യമാണ്. കിട്ടുന്നേട്ടാ, ഒന്ന് ചിരിക്കുന്നേ. ആ ചിരി കേട്ടില്ലെങ്കിൽ ഇപ്പൊ ഉറക്കം വരില്ല. ഈ ചിരി ഇടുന്ന ഇവിടെ ഇരുന്ന് ഉറങ്ങുന്നത്, അതാണ് ചിരി ഇല്ലാത്തത്. സ്വർണ്ണ ജട്ടിയൊക്കെയാണ്. കിട്ടുന്നു ചേട്ടാ എപ്പോഴും സഞ്ചിയായിട്ട് വരുന്നല്ലേ, റേഷൻ കടയിൽ നിന്ന് വരുന്ന വരവാണ്. നല്ല കോമഡിയാണ്. അതാണ് നീ ഇപ്പോഴും ഇവിടെ തന്നെ ഇങ്ങനെ കെട്ടി കിടക്കുന്നത്. ഈ നമുക്ക് തരുന്ന ഗിഫ്റ്റ് നോക്കാൻ വേണ്ടി ഒരു ഉടുപ്പില്ലാതെ വന്ന് നിൽക്കുന്നതിന് എന്ത് പറയണം നമുക്ക്? എടാ, ഒരു ഉടുപ്പില്ലാതെ നീ ഇവിടെ നിൽക്കല്ലേ? അതിന്റെ അപ്പുറം എടാ, നിന്റെ ഒരു കൂട്ടുകാരൻ ഉണ്ടായിരുന്നല്ലോടാ പണ്ട് ഈ ഷോയില്, നവീൻ. അവന്റെ വിവരം വല്ലതും ഉണ്ടാണ്? ഞാൻ പറയാ, കിട്ടുന്നേട്ട് ചോദിച്ചായിരുന്നു നവീനെന്ന്. അങ്ങനെ എത്ര എത്ര കിഴങ്ങുകളല്ലേ ഈ പരിപാടിയിൽ. അയ്യോ, ഈ നവീൻ ഇപ്പൊ മസിൽ കച്ചവടാന്ന് പറഞ്ഞു കേട്ടു. കിട്ടുന്നേട്ടാ, ലക്ഷ്മി കൊടുക്കട്ടെ. കൊടുത്തോ, കിട്ടുന്നേട്ടാ, ഇനി പൊക്കോ, നീ നിക്കണ്ട, പൊക്കോ. മക്കളെ, നിന്റെ അച്ഛൻ സതീശന് സുഖം തന്നെ? ഇതുവരെ സുഖം. പൊക്കോ. ഒരു സുഖം കെട്ട് തലക്ക് പിടിക്കണവരേ ഉള്ളൂ. ഒരെണ്ണം അടിച്ചു മാറ്റിയിട്ടുണ്ടേ, ഒരെണ്ണം അടിച്ചു മാറ്റിയിട്ടുണ്ടേ. നമുക്ക് തന്ന ഗോൾഡ് ഈ മനുഷ്യൻ പിടിച്ചു വാങ്ങിക്കൊണ്ട് പോയി. മക്കളെ, അവന് കൂടെ നിന്റെ എന്തുമാത്രം നീ അവന്റെ പൈസ ഊറ്റി. കിട്ടുണ്ണിച്ചേട്ടാ, അനു ചോദിക്കണേ, കിട്ടുണ്ണിച്ചേട്ടനെ ലൂട്ടാപ്പിഴ ആരെങ്കിലും ആണെന്ന്. ലൂട്ടാപ്പിയുടെ കുഞ്ഞമ്മേടെ മാപ്പിളയാണെന്ന്. ഓക്കെ, അപ്പൊ ഞാൻ പോകുന്നു. ഭയങ്കര ചിട്ടക്കാരനാ കിട്ടുണ്ണേട്ടാ. ഉമ്മ അയ്യോ, പോകാൻ തോന്നലായിരിക്കും. അല്ല, കിട്ടുണ്ണിച്ചേട്ടൻ ഹിന്ദിക്കാരനാണോ? അങ്ങനെ പറഞ്ഞത്? അനു ബായ് ബായ് എന്ന് വിളിക്കാൻ. ബാലൻസ് ബാക്കി ബാലൻസ് ഒന്നുമില്ലടേ. കിട്ടുണ്ണേട്ടാ, എനിക്ക് ഉമ്മ തന്നില്ല തിരിച്ച്. ഞാൻ തങ്കത്തിന് കൊടുത്തേക്കാം, നീ തങ്കച്ചേട്ടൻ മേടിച്ചോ? എനിക്ക് വേണ്ട. പാവല്ലേടി, വേണ്ട. അവനും കാണൂലേ ഒരു ഗിരി. ഗുഡ് നൈറ്റ്. ടാറ്റ.